അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഷീർ സലഫി ഇവിടെ വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബഗവിയെ ഉദ്ധരിച്ചല്ല. അതിൽ പറയുന്നത് വദാലിക അന്നഹും ഇദാ ഖീല ലഹും മൻ റബ്ബുക്കും വമൻ ഹലകക്കും വമൻ ഹലകസ് സമാവാതി വൽ അർള എന്നൊക്കെ അവരോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയും ഖാലു അല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ ഈ ഒരു വോയിസും അതുപോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അവിടെ ഒരു മുസ്ലിയാർ വിശദീകരിക്കുന്നുണ്ട്. അതിന് തെളിവായിട്ട് അവർ ഉദ്ധരിക്കുന്നത് കുല്യായുൽ കാഫിറൂൻ എന്ന് പറയുന്ന ആയത്ത് ആണ് ഇതിന് ഖണ്ഡനമായിട്ട് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് രണ്ടും വൈരുദ്ധ്യമാണോ എന്നൊന്ന് വിശദീകരിക്കണം ബഷീർ സലഫി. അവർ ആ ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് ഈ വോയിസും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ മറ്റു ചില വോയിസുകളൊക്കെ കൊണ്ടുപോയിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഖണ്ഡനമായിട്ട് അവർ ഖുർആനിൽ നിന്ന് തന്നെ കുല്യായുൽ കാഫിറൂൻ എന്ന് പറയുന്ന ആയത്ത് ആണ് അതിന് ഖണ്ഡനമായിട്ട് അവർ ഓതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ തഫ്സീറും അതുപോലെ തന്നെ കുല്യായുൽ കാഫിറൂൻ എന്ന് പറയുന്ന ആയത്തും വൈരുദ്ധ്യത്തിലാണോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ചർച്ച പുറമെ കൊണ്ടുപോയിട്ട് ചില മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം. എന്താണ് ചോദ്യം? അതായത് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ മറ്റ് രക്ഷാധികാരികളായ ഔലിയാക്കന്മാരെ സ്വീകരിച്ചവരായ ആളുകൾ പറഞ്ഞത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ അവർ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ഇബാദത്തെടുക്കുന്നില്ല എന്നാണ്. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റു പലതിനെയും ആരാധിക്കുന്നുണ്ട്, ഇബാദത്ത് എടുക്കുന്നുണ്ട്. അള്ളാഹുവിനെ അവർ ഇബാദത്ത് എടുക്കുന്നുണ്ട്. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മഹാന്മാരായ ആളുകളുടെ പേരിൽ പ്രതിമയുണ്ടാക്കി വെച്ച് അതിനെയും അവർ ആരാധിക്കുന്നുണ്ട്. ആ ആരാധനയുടെ ലക്ഷ്യം എന്താണ്? അള്ളാഹിന്റെ അടുക്കലേക്ക് അവരുമായി അടുപ്പിക്കും എന്ന വിശ്വാസമാണ്. അതിനെക്കുറിച്ചാണ് ഇമാം ബഗവി പറയുന്നത്. എന്താ പറയുന്നത്? വല്ലദീന തഖദു മിൻ ദൂനിഹി, അവന് പുറമെ സ്വീകരിച്ചവർ എന്ന് പറഞ്ഞാൽ ഐ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ സ്വീകരിച്ചു. ഔലിയാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം യഅനി അൽ അസ്നാമ, വിഗ്രഹങ്ങളെ, മഹാന്മാരുടെ പേരിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിന് പുറമെ ആ വിഗ്രഹങ്ങളെ അവരെന്ത് ചെയ്തു? ഔലിയാക്കന്മാരാക്കി, രക്ഷാധികാരികളാക്കി. എന്നിട്ട് അവർ പറഞ്ഞു മാ നഅ്ബുദുഹും, ഞങ്ങൾ ആ രക്ഷാധികാരികൾ ഔലിയാക്കന്മാരെ ഇബാദത്ത് എടുക്കുന്നില്ല, അവരോട് പ്രാർത്ഥിക്കുന്നില്ല. ഐ ഖാലു മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയല്ലാതെ. വകദാലിക ഖറാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ് ഖിറാഅത്ത് നടത്തിയിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് അവർക്കൊക്കെ അങ്ങനെയാണ് ഖിറാഅത്ത് ഉള്ളത്. എന്നിട്ട് ഖതാദയെ ഉദ്ധരിച്ച് പറയാണ് വദാലിക, അതെങ്ങനെയാന്ന് വെച്ചാൽ അന്നഹും ഇദാ ഖീല ലഹും, ആ മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ മൻ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാരാണ്, വമൻ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചതാരാണ്, വമൻ ഖലഖ സമാവാതി വൽ അർള, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതാരാണ് എന്നൊക്കെ അവരോട് ചോദിച്ചാൽ ഖാലു, അവർ പറയും അല്ലാഹ്, സൃഷ്ടിച്ചതൊക്കെ അല്ലാഹുവാണ്. ഫയുഖാൽ ലഹും, അപ്പൊ അവരോട് വീണ്ടും ചോദിക്കപ്പെടും വമാ മഅനാ ഇബാദത്തിക്കുൽ അവസാന, അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനൊക്കെ ആയ അല്ലാഹു, ഏകനായ അല്ലാഹു മാത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ എന്താ അർത്ഥം? അപ്പൊ വിഗ്രഹങ്ങൾക്കും ആരാധന ഉണ്ട്, അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്, രണ്ടും ആരാധനയുണ്ട്. ഖാലു, അപ്പൊ അവര് പറയും ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവരെ ഇബാദത്ത് എടുക്കുന്നത്. അല്ലാതെ അവർ ആരാധനയ്ക്ക് യോഗ്യരായതുകൊണ്ടോ അവരാണ് സാക്ഷാൽ ആരാധ്യന്മാർ എന്ന നിലക്ക് ഒന്നുമല്ല. അവരെ ആരാധിക്കുന്നതിലൂടെ അവർ നിങ്ങൾ അള്ളാഹുവിനെ അടുപ്പിക്കും. ഐ ഖുർബ, സുൽഫ എന്ന് പറഞ്ഞാൽ ഖുർബ എന്നാണ് അർത്ഥം. വഹുവ ഇസ്മുൻ ഉഖീമ ഫീ മഖാമിൽ മസ്തർ, മസ്തറിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇസ്മാകുന്നു ഖുർബ എന്ന് പറഞ്ഞാൽ. കഅന്നഹു ഖാല, അവരിങ്ങനെ പറഞ്ഞതുപോലെയാണ് ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി തഖ്രീബൻ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ. വയശ്ഫഉ ലനാ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ അവർ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. അപ്പൊ ശഫാഅത്തിലൂടെയും മറ്റും അള്ളാഹുവിലേക്ക് ഈ പറയുന്ന ആരാധ്യന്മാർ അടുപ്പിക്കുന്ന വിശ്വാസത്തിലാണ് അവരോട് പ്രാർത്ഥിച്ചത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തുടർന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, അള്ളാഹു തആല പറയാണ് അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ആരാണ് വിധി കൽപ്പിക്കുന്നത്? ആർക്കിടെ വിധി കൽപ്പിക്കുന്നത്? ഒന്ന്, അള്ളാഹുവിനോട് മാത്രം മധ്യവർത്തികൾ ഇല്ലാതെ പ്രാർത്ഥിക്കുന്നവരായ ആളുകൾ, അള്ളാഹ് മതി എന്ന് വിശ്വസിക്കുന്നവരായ ആളുകൾ. വേറെ കൂട്ടരോ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും മധ്യവർത്തികൾ വേണം, ശഫാഅത്ത് ചെയ്യുന്നവർ വേണം എന്ന് വിശ്വസിക്കുന്നവരായ ആളുകൾ. രണ്ടു കൂട്ടം ആളുകളുണ്ടല്ലോ, അവർക്കിടയിൽ അള്ളാഹു തആല നാളെ യൗമൽ ഖിയാമത്തിൽ വിധി കൽപ്പിക്കും. ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ എന്തൊരു കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായത് എങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ വസ്തുത എന്ത്, അൽ ഹഖ് എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ വിധി ഉണ്ടാകും. മിൻ അംരി ദീനി, അതായത് ദീനിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആ കാര്യത്തിൽ അള്ളാഹു വിധിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബൻ കഫാർ, കഫാറായ അതായത് നിഷേധിയായ അങ്ങേയറ്റം വലിയ നിഷേധിയും കള്ളനുമായിട്ടുള്ളവർക്ക് അള്ളാഹു തആല എന്ത് ചെയ്യില്ല, ഹിദായത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലാ യുർസിലു ദീനിഹി,
അള്ളാഹു താല അവന്റെ യഥാർത്ഥ ദീനിലേക്ക് വഴി കാണിക്കുകയില്ല. മൻ കദബ, കള്ളം പറയുന്നവൻ. അപ്പൊ നേരത്തെ പറഞ്ഞാൽ കള്ളം പറഞ്ഞു എന്നർത്ഥം. അപ്പൊ കാല എന്നിട്ട് പറയാം ഇന്നൽ ആലിഹത്ത തസ്ബഹു, ആ ഇലാഹ് അള്ളാഹുവിന് പുറമെയുള്ള മറ്റ് ആരാധ്യന്മാർ പ്രാർത്ഥിക്കപ്പെടുന്നവരായ ആളുകൾ ശഫായത്ത് ചെയ്യും. വ കഫാ ബിത്തിഹാദിൽ ആലിയത്തി ദൂനഹു കദിബൻ, അങ്ങനെ ശഫായത്ത് ചെയ്യും എന്ന് അവർ വിശ്വസിച്ചല്ലോ. ആ വിശ്വാസം തന്നെ വ കഫാ ബിത്തിഹാദിൽ ആലിഹത്തി, അള്ളാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടാൻ പറ്റിയ ആരാധ്യന്മാരുണ്ട് എന്ന് വന്നതിൽ തന്നെ, അത് തന്നെ എന്താണ്, അള്ളാഹുവിന് പുറമെ വേറെ ആളുകൾ ഉണ്ട് എന്ന് വന്നതോടുകൂടി തന്നെ അതിനെന്തായി, കദിബൻ, കളവായി, വ കുഫറൻ, സത്യനിഷേധവുമായി. അപ്പൊ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ വെക്കുകയും അവർ ശഫായത്ത് ചെയ്യുമെന്നോ അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുമെന്നോ ഒരാൾ വിശ്വസിച്ചാൽ അത് കദിബൻ, കളവാണ്, വ കുഫറൻ, സത്യനിഷേധവുമാണ്. അപ്പൊ കഫറായി പോകുന്ന കാര്യമാണ് മധ്യവർത്തികൾ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ. ഇതാണ് ഇപ്പൊ ഇമാം ബഗവി കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ഇപ്പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായ വല്ല കാര്യവും സൂറത്തുൽ കാഫിറൂനിലുണ്ടോ? അത് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ മുസ്ലിയാരിയോട് പറഞ്ഞെന്താണ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നവരായ ആളുകളോട് എന്തിനാണ് നിങ്ങൾ അവരെ ആരാധിക്കുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചതാരാന്ന് ചോദിച്ചാൽ അള്ളാഹ്. പിന്നെ ആകാശഭൂമികൾ സൃഷ്ടിച്ചതാണ് അതും അള്ളാഹ്. എല്ലാം അള്ളയാണെങ്കിൽ പിന്നെന്തിനാ അവരെ ആരാധിക്കുന്നത്, അള്ളാഹുവിന് പുറമെയുള്ളവരെ ആരാധിക്കുന്നത് എന്നാണല്ലോ ചോദ്യം. അപ്പം അള്ളാഹു ആണ് സൃഷ്ടാവെന്നും സംരക്ഷകനെന്നും അള്ളാഹുവിൽ പങ്കാളിത്തമില്ല എന്നും അവർ വിശ്വസിച്ചിട്ടുണ്ട്. അത് മറ്റൊരായത്തിലെ മായത്തിലൂടെ, അതായത് സൂറത്ത് സുമറിലെ ആയത്തിലൂടെ തന്നെ അള്ളാഹു താല പറയുന്നു. അത് ഇബ്നു കസീർ നൽകിയിട്ട് തഫ്സീർ കൂടെ വായിക്കുക, തൊട്ടു താഴെ വായിക്കുക. ഇബ്നു കസീറിന്റെ തഫ്സീറാണ്. വലയിൻ സഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, അതായത് റസൂലേ നീ അവരോട് ചോദിച്ചാൽ, മക്കയിലെ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചത്, ലയഖൂലുന്നല്ലാഹ്, അത് അള്ളാഹ് മാത്രമാണ്. ലയഖൂലുന്ന തൗക്കീദ് ചെയ്ത് പറയാം. രണ്ട് തൗക്കീദുണ്ട്, ഒന്ന് ലാമുൽ ഖസമുണ്ട്, പിന്നെ നൂന് തൗക്കീദുണ്ട്. രണ്ട് തൗക്കീദ് വെച്ചുകൊണ്ട് പറയാം ലയഖൂലുന്നല്ലാഹ്, അള്ളാഹ് തന്നെയാണ്, അള്ളാഹ് മാത്രമാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചു, അതിൽ പങ്കാളിത്തല്ലാന്ന്. പല ആരാധ്യന്മാർക്കും പങ്കാളിത്തം വിശ്വസിച്ചില്ല. എന്നിട്ട് ചോദിക്കുക കുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, അപ്പൊ പിന്നെ അള്ളാഹുവിന് പുറമെ വേറെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ കഥ എന്താ, നിങ്ങൾ എന്തിനാ അവരോട് പ്രാർത്ഥിക്കുന്നത്? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്കൊരു ഉപദ്രവം വരുത്തണം എന്ന് വിചാരിച്ചാൽ ആൽ ഹുന്ന കാശിഫാത്തു ദുർരി, ആ ദുർറിനെ പ്രയാസത്തെ ഇവരാരെങ്കിലും മാറ്റുവോ? ഔ അറാദനി ബി റഹ്മ, അള്ളാഹു തആല വല്ല റഹ്മത്തും എനിക്ക് തരാൻ വിചാരിച്ചാൽ ഇവർ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർക്ക് വല്ലവർക്കും അത് തടയാൻ പറ്റുമോ? അൽ ഹുന്ന മുംസിക്കാത്തു റഹ്മത്തിഹി കുൽ. അപ്പൊ അതൊന്നും ചോദിച്ചപ്പോ അവരെന്ത് പറഞ്ഞു, മൗനം പാലിച്ചു എന്നാ. അവർക്ക് അതിന് മറുപടി പറയാൻ പറ്റിയില്ല. അതാണ് ബഗവിയുടെ തഫ്സീറിലുള്ളത്. കുൽ ഹസ്ബി അല്ലാഹ്, അപ്പൊ നബിയോട് അല്ലാഹു തആല കൽപ്പിക്കുന്നു ഹസ്ബി അല്ലാഹ്, അല്ലാഹ് മതി എനിക്ക് എന്ന് പറയും. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമർപ്പിക്കുന്നവർ ആ അള്ളാഹുവിനാണ് ഭരമർപ്പിക്കേണ്ടത് എന്നും നീ അവരോട് പറഞ്ഞേക്കുക നബിയേ എന്നാണ്. ഇതൊക്കെ എത്ര വ്യക്തമാണ്. ഇനി ഇതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ എന്താ പറഞ്ഞേ, വലയിൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നൽ മുശ്രിക്കീന, കണ്ടോ, അന്നൽ മുശ്രിക്കീന കാനു, അവർ ആയിരുന്നു, മക്കയിലെ മുശ്രിക്കീങ്ങൾ ആയിരുന്നു, യഅതരിഫൂന, അവർ അംഗീകരിച്ചിരുന്നു, സമ്മതിച്ചിരുന്നു, ബി അന്നല്ലാഹ ഹുവൽ ഖാലിഖ്, അള്ളാഹു ആകുന്നു ഖാലിഖ്, ലിൽ അശിയാഇ കുല്ലിഹാ, എല്ലാ സാധനങ്ങളുടെയും, ആകാശഭൂമികളുടെ ഇടയിലുള്ള അണു മുതൽ പ്രപഞ്ചം വരെ വികസിച്ചു നിൽക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സൃഷ്ടാവ് അള്ളാഹു ആകുന്നു എന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ സമ്മതിച്ചിരുന്നു. വ മഅഹാദ, അതോടുകൂടി തന്നെ കേൾക്കണം, മൗലവിമാർ ശരിക്കും കേട്ടണം, വ മഅഹാദ, ഇങ്ങനെ അവർ വിശ്വസിച്ചതോടുകൂടി തന്നെ യഅബുദൂന മഅഹു ഗൈറഹു, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും അവർ ആരാധിച്ചു. കണ്ടാ, അപ്പൊ അള്ളാഹിനെ ആരാധിച്ചു, അള്ളാഹുവിന് പുറമുള്ളവരെ ആരാധിച്ചു. അതുകൊണ്ട് അവർ മുശ്രിക്കായത്, മക്കയിലെ മുശ്രിക്കായത് എന്തുകൊണ്ടാണ്, അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവിന് പുറമെയുള്ളവരെയും ആരാധിച്ചു. ഹാദാ യഅബുദൂന മഅഹു ഗൈറഹു മിമ്മാ ലാ യംലികു ലഹും ദർറൻ വലാ നഫഅ, വാസ്തവത്തിൽ അവർക്ക് ഏതെങ്കിലും ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്തവരായ ആളുകളാണ് അവർ ആരാധ്യന്മാർ. അങ്ങനെയുള്ള ആരാധ്യന്മാരെയും അവർ ആരാധിച്ചു. വലിഹാദാ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായ ആളുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇൻ അറാദനി അല്ലാഹു ബിദുർറിൻ, അല്ലാഹു എനിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഹൽ ഹുന്ന കാശിഫാത്തുൽ ദുർരി, അവർക്കാർക്കെങ്കിലും ആ ദുർറിനെ പ്രയാസത്തെ തടയാൻ പറ്റുമോ? അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധ്യന്മാരോ ഔലിയാക്കന്മാരോ മഹാന്മാരോ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? ഔ അറാദനി റബ്ബി റഹ്മ, അല്ലാഹു തആല എനിക്ക് വല്ല നന്മയും വരുത്താൻ വിചാരിച്ചു, റഹ്മത്ത് വിചാരിച്ചു എങ്കിൽ ഹൽ ഹുന്ന മുംസികാത്തു റഹ്മതി, ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയോ അല്ലാഹു പുറമെ? ഐ ലാ തസ്തതിഉ ശൈഅൻ മിനൽ അംരി, ഈ പറയുന്ന ആരാധ്യന്മാർക്കൊന്നും യാതൊരു കഴിവുമില്ല എന്ന കാര്യം. അപ്പോൾ ഈ തഫ്സീറിലൂടെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിനെ ആരാധിച്ചിട്ടുണ്ട്, അള്ളാഹുവിന് പുറമെയുള്ളവരെയും ആരാധിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ വ്യക്തമായ നസ് വെച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായ വല്ല കാര്യവും ഇനി ഖുർആനിൽ ഉണ്ടാവോ? അങ്ങനെ ഉണ്ട് എങ്കിൽ ഖുർആൻ വൈരുദ്ധ്യം ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പൊ സൂറത്തുൽ കാഫിറൂനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വൈരുദ്ധ്യമുള്ള കാര്യമല്ല. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടോ ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മുസ്ലിയാക്കന്മാര് അവരുടെ വയറ്റുപയപ്പിന് വേണ്ടിയിട്ട് ദുർവ്യാഖ്യാനം നടത്തുന്നത് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതിലും ഈ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി ഒരു സംഗതിയും ഇല്ല. അത് ഇൻഷാ അല്ലാഹ് തഫ്സീർ വെച്ചുകൊണ്ട് തെളിയിച്ചു മനസ്സിലാക്കാം. സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്തുകൊണ്ട് അതിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്ത് ചെയ്തിട്ടുള്ള സാക്ഷാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരിക്കലും മക്കയിലെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിട്ടില്ല, ആരാധിക്കുകയുമില്ല.
അങ്ങനെയുള്ള അള്ളാഹുവിൽ അവർക്ക് വിശ്വാസവും ഇല്ല എന്നാണ് ആ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് മുസ്ലിയാർ ഇവിടെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സത്യത്തിൽ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ വന്നിട്ട് നേരത്തെ നമ്മൾ ചിലത് പറഞ്ഞു. മാത്രമല്ല അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു എന്നുള്ള തെളിവുകൾ ഖുർആനിലുണ്ട്. വഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വഇദാ നജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ. അവർ കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാറ്റും കോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരും രക്ഷിക്കാനില്ല എന്ന് വിശ്വസിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, എല്ലാ കീഴ്വണക്കവും അള്ളാഹുവിന് മാത്രമായിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ഫഇദാ നജാഹും ഇലൽ ബർരി, അള്ളാഹു തആല അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്ത സന്ദർഭവും മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനോട് കൂടെ അള്ളാഹുവിന്റെ പല സൃഷ്ടികളെയും അവർ മധ്യവർത്തികളാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദുആ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥനയും നടത്തിയിട്ടുണ്ട്, ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയോ അവര് ആശൂറ നോമ്പ് നോറ്റിട്ടുണ്ട്. ആശൂറ നോമ്പ് നോൽക്കുക എന്നുള്ള ആർക്ക് വേണ്ടിയിട്ട്? അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നോൽക്കണേ, അതിന് വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ നോൽക്കണേ. അതുപോലെ തന്നെ വർഷത്തൊരിക്കൽ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് അവർ. ഹജ്ജ് നിർവഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. അങ്ങനെ ഹജ്ജ് ചെയ്യുക, നോമ്പ് നോൽക്കുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള ആരാധനകളൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുണ്ട് എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമാകുന്ന കാര്യമാണ്. പിന്നെ എന്താണ് ഇവിടെ ഈ സൂറത്തുൽ കാഫിറൂൻ പറഞ്ഞതിന്റെ ഉദ്ദേശം? സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാരണമുണ്ട്. ഇമാം ത്വബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദതും വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയുന്ന ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം എന്താണ്? മക്കയിലെ ചില ഖുറൈശികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ഒരു വർഷത്തിലെങ്കിലും നീ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാരെ ആരാധിക്കും, അടുത്ത വർഷം ഞങ്ങൾ നീ പറയുന്ന അള്ളാഹിനെ മാത്രം ആരാധിച്ചോളാം. അങ്ങനെ നമ്മൾ തമ്മിൽ കോംപ്രമൈസിലെത്തുക എന്ന് ഏതാനും ആളുകൾ വന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞതുമായി സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്തരങ്ങൾ അത് പ്രത്യേകമായ ചില ആളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ത്വബരി പറയുന്നത്. അന്നൽ ഖിതാബ മിനല്ലാഹി കാന ലിറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഖിതാബാണ്. കുൽ നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിരീങ്ങളെ എന്ന് പറഞ്ഞല്ലോ. ആ കാഫിരീങ്ങൾ അന്നൽ ഖിതാബ മിനല്ലാഹി കാന ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അശ്ഹാസിൻ ബിഅയാനിഹിം മിനൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിൽ പെട്ടിട്ടുള്ള ചില പ്രത്യേകമായ വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിരീങ്ങളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് പറയാൻ വേണ്ടി റസൂലുള്ളാഹിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആരാണ്? അശ്ഹാസും ബിഅയാനിഹിം മിനൽ മുശ്രിക്കീന, റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യേകമായി മുശ്രിക്കീങ്ങളുണ്ടല്ലോ, അവരാണ്. അത് അലിമ അന്നഹും ലാ യുഅ്മിനൂന അബദാ, അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. ആ വന്നവരായ ആളുകൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ആളുകളല്ല. വസബഖ ലഹും ദാലിക ഫി സാബിഖ് മിൻ ഇൽമിഹി ഫഅമറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഈസഹും മിനല്ലദീ തമഉ ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടാകണമെന്ന് അവർ കൊതിച്ചിട്ടുള്ള ആ കൊതിച്ച കാര്യത്തിൽ അവർക്കൊരു നിരാശ ഉണ്ടാകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കാരണം. എന്താ? നബി ഒരു കൊല്ലം നമ്മളെ ദൈവങ്ങളൊക്കെ ആരാധിച്ച് കിട്ടുക എന്നുള്ളൊരു മോഹം അവർക്കുണ്ട്. ആ മോഹത്തെ തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് കൽപ്പിച്ചത്? ഇവരൊരിക്കലും ഒരിക്കലും വിശ്വസിക്കൂല എന്ന് മുൻകൂട്ടി അള്ളാഹു അറിഞ്ഞിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ ആളുകൾ ഒരിക്കലും വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. അവരുടെ മനസ്സിൽ നിരാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയാൻ വേണ്ടി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് എന്തില്ല? മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്നോ ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്നോ ഒന്നും അതിനർത്ഥമല്ല. അള്ളാഹ്ക്ക് ഇബാദത്ത് തീരെ ചെയ്യാത്ത ആളുകൾക്ക് പിന്നെ എങ്ങനെ മുശ്രിക്കാകും? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കലാണ്. അള്ളാഹുവിനെ അർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുക. അപ്പൊ ശിർക്ക് തുല്യത എന്ന് പറയുന്ന വിഷയം വരുന്നല്ലോ. അത് ചെയ്തത് കൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളായത്. അതുകൊണ്ടാണ് മുശ്രിക്കീങ്ങളെ എന്ന് അവരെ സംബോധന ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞതിന്റെ ആശയം അള്ളാഹുവിനെ അവർ ആരാധിച്ചിട്ടില്ല എന്നോ ആരാധിക്കുകയില്ല എന്നോ അല്ല, മറിച്ച് ഈ പ്രത്യേകമായ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാകുന്നു അത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഈ കോംപ്രമൈസിന്റെ ആശയം മുന്നോട്ട് വെച്ചവരായ ആളുകളോട് പറയാൻ പറഞ്ഞ കാര്യമാണെന്ത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല. മനസ്സിലായില്ലേ? നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല എന്ന് പറഞ്ഞ അർത്ഥം ഒരാവശ്യം എന്താണ്? ഒരു കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പറയുന്ന ആരാധ്യന്മാരെ ആരാധിക്കണം എന്നാണ്. അത് ഞാൻ ചെയ്യൂല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അതിന് ഇമാം ബഗവി കൊടുത്തുള്ള തഫ്സീർ മഅന അൽ ആയ, ആയത്തിന്റെ അർത്ഥം എന്താ? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കൂല എന്നുള്ള ഫിൽ ഹാലി. ഇപ്പൊ നിങ്ങൾ ഈ ആവശ്യവുമായി വരുന്ന ഈ സമയത്ത് ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. പിന്നെയോ പിന്നെ പറയുന്നത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു,
വല അന്തും നിങ്ങളല്ല ആബിദൂന ആരാധിക്കുന്നവരല്ല മാ അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നതിനെ എന്ന് പറഞ്ഞാൽ ഫിൽ ഇസ്തിഖ്ബാലി ഭാവിയിൽ നിങ്ങളെ ചെയ്യാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ട എന്താ, ഒരു കൊല്ലം നീ ഞങ്ങളെ ആരാധിക്കുന്നതിനെ ആരാധിക്കാം, പിന്നെ നിന്റെ ആരാധന ഞങ്ങൾ ആരാധിച്ചു കൊള്ളാം എന്നാൽ ഓല വാഗ്ദാനം അതിനെ മറികടന്നുകൊണ്ട് പറയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല എന്ന്. കാരണം നിങ്ങൾ കുതന്ത്രവുമായിട്ട് വന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും അള്ളാഹു പിന്നെ ആരാധിക്കുക എന്നുള്ള വിഷയം വരുന്നില്ല. നിങ്ങൾ തനിച്ച മുശ്രിക്കുകളായി വിശ്വസിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ ഈ സംഭവം നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന വാചകം കള്ളത്തരമാകുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. വല അൻതും ആബിദൂന മാ അഅ്ബുദ് ഫിൽ ഇസ്തിഖ്ബാലി ഭാവിയിൽ ഒന്നും തന്നെ നിങ്ങൾ ഞാൻ ആരാധിക്കുന്ന ആരാധ്യനായ അള്ളാഹുവിനെ ആരാധിക്കുന്നവരല്ല. പിന്നെ വീണ്ടും പറയുന്നത് വലാന ആബിദും മാ അഅ്ബത്തും, വലാന ആബിദും മാ അഅ്ബത്തും നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഫിൽ ഇസ്തിഖ്ബാലി ഭാവിയിൽ ഞാൻ ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഒരിക്കലും ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ചുള്ള തഫ്സീർ എന്താണെന്നറിയാം. ഇബ്നു കസീർ പറയാ വലാന ആബിദും മാ അഅ്ബത്തും എന്ന് പറഞ്ഞാൽ ഫമാ ഹൗന ബിമഅന മൻ, ഇവിടെ വലാ അന ആബിദും മാ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ മാ എന്നെന്താ ഹൗന ബിമഅന മൻ എന്ന അർത്ഥത്തിലാണ്. മാ എന്ന് പറഞ്ഞാൽ മൻ എന്ന അർത്ഥത്തിലാണ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്. ഖാല വലാ അന ആബിദും മാ അഅ്ബത്തും നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തരോ വലാ അഅ്ബുദു ഇബാദതക്കും നിങ്ങളുടെ ആരാധന ഞാൻ ചെയ്യൂല. ലാ അസ്ലുകുഹാ വലാ അഖ്തദി ബിഹാ നിങ്ങൾ ചെയ്യുന്ന ആരാധനാ രീതിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല. വ ഇന്നമാ അഅ്ബുദുല്ലാഹ അലൽ വജ്ഹിൽ ലദീ യുഹിബ്ബുഹു വ യർളാഹു അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന മാർഗത്തിലൂടെ മാത്രമേ ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ മക്കയിലെ മുശ്രിക്കുകളുടെ ആരാധന രീതിയും ഇസ്ലാമിന്റെയും മുസ്ലിമുകളുടെയും ആരാധന രീതിയും വേറെയാണ്. മുശ്രിക്കുകൾ വിശ്വസിക്കുന്നത് ശിർക്കോട് കൂടിയാണ്. അവരുടെ ആരാധനാ രീതി തന്നെ അള്ളാഹു താല പഠിപ്പിച്ചതല്ല. അള്ളാഹു പഠിപ്പിക്കാത്ത അവരുടെ തന്നിഷ്ടപ്രകാരം അവരുണ്ടാക്കിയിട്ടുള്ള ആരാധനാ രീതി ഞാൻ ചെയ്യുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ രീതി എന്താ? അള്ളാഹു താല പഠിപ്പിച്ച അള്ളാഹു തൃപ്തിപ്പെടുന്ന മാർഗം അനുസരിച്ചാണ് ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. നിങ്ങൾ ആരാധിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങൾ തന്നിഷ്ടപ്രകാരമാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരാധനാ രീതി എനിക്കില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇനി ഇപ്പറഞ്ഞ ആശയം ഇമാം ഖുർത്തുബി ഒന്നുകൂടി വളരെ വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? കേട്ടത് ആ മുകളിൽ കൊടുത്തിട്ടുണ്ട്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിരിങ്ങളെ, ലാ അഅ്ബുദുൽ അസ്നാമ ഞാൻ വിഗ്രഹത്തെ ആരാധിക്കുകയില്ല, അല്ലതീ തഅ്ബുദൂനഹ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കുകയില്ല, വലാ അൻതും ആബിദൂന അല്ലാഹ നിങ്ങളാകട്ടെ അല്ലാഹുവിനെയും ആരാധിക്കുന്നവരല്ല, അസ്സ വജല്ല അല്ലദീ അഅ്ബുദുഹു ഞാൻ ആരാധിക്കുന്നവനായ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെ നിങ്ങളും ആരാധിക്കുന്നവനല്ല. എന്തുകൊണ്ട് ആരാധിക്കുന്നവനല്ല? ലി ഇസ്റാക്കിക്കും ബിഹി അതാണ് പ്രശ്നം. നിങ്ങൾ ആരാധിക്കുന്നത് എങ്ങനെ? ശിർക്കോട് കൂടിയാണ്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കും, അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ആരാധിക്കും. മനസ്സിലായില്ലേ? അതാ വ്യത്യാസം. നിങ്ങളുടെ ആരാധന ശിർക്കോട് കൂടിയാണ്. ലി ഇസ്റാക്കിക്കും ബിഹി അവനിൽ പങ്കു ചേർത്തുകൊണ്ടാകുന്നു നിങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ പങ്കു ചേർത്തുകൊണ്ടുള്ള ഒരു ആരാധന ഞാൻ ചെയ്യില്ല. പിന്നെയോ ഇത്തിഹാദിക്കുമുൽ അസ്നാമ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിഗ്രഹങ്ങളെയും സ്ഥാപിച്ചിരിക്കുന്നു. ഫൈൻ സഅംതും ഇനി നിങ്ങൾ വാദിക്കാൻ നിൽക്കുക, അന്നക്കും തഅ്ബുദൂനഹു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ് എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ തന്നെ ഫഅൻതും കാദിബൂന നിങ്ങൾ കള്ളവാദികളാണ്. നിങ്ങൾ ആ അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് നിങ്ങൾ വാദിച്ചാൽ തന്നെ എന്താണ്? നിങ്ങൾ കള്ളവാദികളാണ്. കാരണം എന്താണ്? ലി അന്നക്കും തഅ്ബുദൂനഹു മുശ്രികീന കണ്ടോ? ലി അന്നക്കും തഅ്ബുദൂനഹു നിങ്ങൾ അവനെ ആരാധിക്കുന്നത് ഇബാദത്ത് ചെയ്യുന്നത് മുശ്രിക്കീങ്ങളായിക്കൊണ്ടാകുന്നു. നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കും, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കുന്നുണ്ട്. അതാ പ്രശ്നം. അല്ലാതെ അള്ളാഹിനെ തീരെ ആരാധിക്കുന്നില്ല എന്നല്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്നതോട് കൂടി അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് വേറെയും ആരാധന ചെയ്യുന്നുണ്ട്. അതാണ് വഅന ലാ അഅ്ബുദു മാ അഅ്ബദ്തും നിങ്ങൾ ആരാധിക്കുന്ന ആരാധന ഞാൻ ആരാധിക്കൂല എന്നതിന്റെ അർത്ഥം. വഅന ലാ അഅ്ബുദ് ഞാൻ ആരാധിക്കുകയില്ല, മാ അഅ്ബദ്തും നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാ രീതി ഉണ്ടല്ലോ അത് ഞാൻ ചെയ്യൂല. ഐ മിസ്ല ഇബാദത്തിക്കും നിങ്ങളുടെ ആരാധന പോലെയുള്ള ഒരു ആരാധന ഞാൻ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫമാ മസ്തരിയുൻ ഇവിടെ മാ എന്ന് പറയുന്നത് മസ്തരിയാണ്, മസ്തരിയായ മീമാണത്. മനസ്സിലായില്ലേ? മസ്തരിയായ മീമാണ്. ഫമാ ഇവിടെ മീം എന്ന് പറഞ്ഞ മസ്തരിയത്തുൻ വകദാലിക അപ്രകാരം തന്നെ വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് മസ്തരിയത്തുൻ അവിടെ വകദാലിക വലാ അൻതും ആബിദൂന നിങ്ങൾ ആരാധിക്കുന്നവരല്ല മാ അഅ്ബുദ് ഞാൻ ആരാധിക്കുന്നവനെ. ആ മാ എന്താണ്? മസ്തരിയാണ്. ആ ആരാധിക്കുന്നതിനെ മസ്തരിയായ മായാണത്.
മഅനാഹു അതിന്റെ അർത്ഥം എന്താ? വലാ അൻതും ആബിദൂന മിത്ല ഇബാദത്തി, എന്റെ ആരാധനാ രീതി പോലുള്ള ഒരു ആരാധന നിങ്ങൾക്കില്ല എന്നാണ്. അല്ലതി ഹിയ തൗഹീദ്, അതെന്താണ്? തൗഹീദ് അധിഷ്ഠിതമായ ആരാധനയാണ്. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന അള്ളാഹുവിന് മാത്രം എന്ന് പറയുന്ന തൗഹീദിൽ അധിഷ്ഠിതമായിട്ടുള്ള ആരാധനയാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ ആരാധന അള്ളാഹുവിനെ ആരാധിക്കുകയും അതോടുകൂടി തന്നെ അള്ളാഹുവിൽ പങ്കാളികളായി വേറെ ആളുകളെ വെക്കുകയും വിഗ്രഹങ്ങളെ വെക്കുകയും ചെയ്തുകൊണ്ടുള്ള ആരാധനയാണ്. അതുകൊണ്ട് ആ ആരാധന ഒരിക്കലും അള്ളാഹിന്റെ അടുക്കൽ കബൂലാവൂല. അത് രണ്ടും രണ്ട് ആരാധനാ രീതിയാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. അല്ലാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുള്ള അള്ളാഹിനെ അവർ തീരെ ആരാധിച്ചിട്ടില്ല എന്നോ ഇനി തീരെ ആരാധിക്കുകയില്ല എന്നോ ഒന്നും അതിനർത്ഥമല്ല. ഇതൊക്കെ ഇമാമിയങ്ങൾ അവരുടെ തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ വിശദീകരണങ്ങൾക്ക് അപ്പുറത്ത് ദുർന്യായങ്ങൾ പറയുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് എന്ന കാര്യം ഈ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ആർക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്.